നമസ്കാരം സുഹൃത്തുക്കളെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലൈവിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ സ്ട്രീമിലൊരു കമൻറ്റ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ പുള്ളി ചോദിച്ചത്, നമ്മളിത്രയും ആധുനിക വൈദ്യവും ശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗമിച്ചിട്ടും നമുക്കെന്തുകൊണ്ടാണ് സിന്തറ്റിക് ആയിട്ടുള്ള ആൻറ്റി വെനം അല്ലെങ്കിൽ പാമ്പ് കടിക്ക് കുത്തിവെക്കുന്നത് ഈ കുതിരയിൽ നിന്നും എടുക്കുന്ന, അദ്ദേഹം പറഞ്ഞത് കുതിരയിൽ നിന്നെടുക്കുന്ന രക്തം കുത്തിവെച്ചിട്ടാണ്. എന്തുകൊണ്ട് നമ്മൾ സിന്തറ്റിക്കായിട്ട് കൃത്രിമമായി നമ്മൾ എന്തുകൊണ്ട് ആൻറ്റി വെനം നിർമ്മിക്കുന്നില്ല എന്നാണ് പുള്ളി ചോദിച്ചത്. അപ്പോൾ അതിന് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് കൊടുക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി. കുതിരയ്ക്ക് വിഷം കുത്തിവെച്ച് കുതിരയുടെ രക്തം ഊറ്റിയെടുത്തിട്ടല്ല നമ്മൾ ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിനെ കംപ്ലീറ്റ്ലി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താണ് ആദ്യമേ ഈ ആൻറ്റിബോഡീസ് എന്താണെന്നും ആൻറ്റിജൻ എന്താണെന്നും ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകും. അപ്പം ലെറ്റ്സ് ഗോ ഇൻ ടു എക്സാക്ട്ലി വാട്ട് ആൻറ്റിജൻ ഇസ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം നമ്മുടെ നാജ അല്ലെങ്കിൽ നാടൻ കോബ്ര, കിങ് കോബ്ര അല്ല, നല്ല പാമ്പ് എന്ന് പറയുന്ന കോബ്ര, മൂർക്കൻ പാമ്പിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീനെ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 3 ഫിംഗർ ടോക്സിൻ എന്നാണ് അതിന് പറയുന്നത്. കോവിഡ് സമയത്തൊക്കെ നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ് ഈ സ്പൈക്ക് പ്രോട്ടീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സ്പൈക്ക് പ്രോട്ടീൻ ഇസ് ആക്ച്വലി ഒരു വൈറസിൻ്റെ അറ്റത്തിരിക്കുന്ന ഒരു കൊമ്പ്. ആ കൊമ്പിനെയാണ് സ്പൈക്ക് പ്രോട്ടീൻ, ആ സ്പൈക്ക്. അപ്പോൾ അതിനെയാണ് ഈ നമ്മുടെ ശരീരത്തിലുള്ള വൈ സെൽസും ബി സെൽസും നമ്മുടെ ആൻറ്റിബോഡീസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് നശിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ ആണ് നമ്മൾ ഈ അറ്റനുവേറ്റഡ് വൈറസ് ഉപയോഗിച്ചും അതുപോലെ mRNA വാക്സിനിൽ കൂടിയും ടാർഗറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ ശ്രമിച്ചത്. അപ്പം നിരന്തരമായിട്ട് നമ്മൾ ഫേസ് ചെയ്തൊരു ചാലഞ്ച് എന്ന് പറയുന്നത്, വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്പൈക്ക് പ്രോട്ടീനിൽ തന്നെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ പാമ്പിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് പാമ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാമ്പിൻ്റെ പ്രോട്ടീനിൻ്റെ ചില ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഐഡൻറ്റിഫൈഡ് ഭാഗത്തിനെയാണ് നമ്മൾ ആൻറ്റിജൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. അപ്പോൾ ആ മോളിക്യൂൾ, ആ പ്രോട്ടീനിനെ നമ്മുടെ ശരീരം, ഈ ആൻറ്റിജനെ നമ്മുടെ ശരീരം അതൊരു ഫോറിൻ ബോഡി ആയിട്ട് കാണുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ റെസ്പോണ്ട് ചെയ്തിട്ട് അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് നശിപ്പിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ആൻറ്റിജൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടീനെ എപ്പിറ്റോപ്സ്, അതിൻ്റെ അറ്റം, ആ ഒരു ലോക്ക് ചെയ്യുന്ന ബൈൻഡ് ചെയ്യുന്ന ഭാഗം, അതിനെ എപ്പിറ്റോപ്പ് എന്ന് പറയും. അപ്പം ആൻറ്റിജൻ എപ്പിറ്റോപ്പ്, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആൻറ്റിബോഡി വിൽ ലോക്ക് ഇൻ ടു ദി ആൻറ്റിജൻ എപ്പിറ്റോപ്പ്, അതിൻ്റെ അറ്റത്തുള്ള ഭാഗം, ആ ആൻറ്റിജൻ്റെ അറ്റത്ത് കാണുന്ന ആ ഒരു പിടിക്കാൻ വേണ്ടിയുള്ളൊരു ഭാഗം. അങ്ങനെ പിടിച്ചിട്ടാണ് ഇത് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സ്കിമാറ്റിക്സ് ആണ്. കാരണം ഇതിൻ്റെ ആക്ച്വൽ ഇമേജൊക്കെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടി മാത്രമേ നമുക്ക് കണ്ടാൽ അത് കാണാൻ പറ്റൂ. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു സ്കിമാറ്റിക്. സോ ഇതാണ് ഇതിനെ ബൈൻഡ് ചെയ്തിട്ടാണ് ഇതിനെ നശിപ്പിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ മെക്കാനിസം. ഇനി നമുക്കിതിൻ്റെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് പോകാം. അപ്പം ഈ 3FTX 3 ഫിംഗർ ടോക്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, ആ പ്രോട്ടീനിൻ്റെ ഷേപ്പ് തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു കൈ പോലെ ഇരിക്കുകയാണ്. അപ്പോൾ കൈയുടെ വിരലുകൾ പോലെയാണ് ആ പ്രോട്ടീനിൻ്റെ ആ ഒരു ലൂപ്പുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ പ്രോട്ടീൻ ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് നൂറുകണക്കിന്, ഏകദേശം 100-ൽ പരം പ്രോട്ടീൻസ് നാജ എന്ന് പറയുന്ന പാമ്പിലുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു പ്രോട്ടീനിന് ആണ് ഈ 3 ഫിംഗർ പ്രോട്ടീൻ. അപ്പോൾ അതിൻ്റെ യുണീക്ക് സ്ട്രക്ചർ, അതായത് 3 ബീറ്റ സ്ട്രാൻഡ് ലൂപ്സ് എക്സ്റ്റെൻഡിങ് ഫ്രം എ സെൻട്രൽ ഹൈഡ്രോഫോബിക് കോർ റിസംബ്ലിങ് 3 ഫിംഗേഴ്സ്. അപ്പം ഇത് വളരെ സ്മോളായിട്ടുള്ള, വളരെ ചെറിയ ഒരു സ്ട്രക്ചറുള്ള ഒരു പ്രോട്ടീനാണ്. ഇതാണ് ആക്ച്വലി വിഷം കുത്തിവെക്കുമ്പോൾ കുതിരയുടെയും നമ്മുടെ ഷീപ്പിൻ്റെയും ശരീരത്തിൽ നിന്നും അത് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ
അതിനെ സെൻട്രിഫ്യൂജിൽ കടത്തിവിട്ട് സെൻട്രിഫ്യൂജിൽ കൂടി അതിൻ്റെ പ്ലാസ്മയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലാസ്മയിലാണ്, അല്ലാതെ അതിൻ്റെ രക്തമല്ല എടുക്കുന്നത്, രക്തത്തിൽ ഉള്ള പ്ലാസ്മ അതിലാണ് ആ മൃഗം ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡീസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി ഈ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്തുകൊണ്ട് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ, ഇപ്പം നാജ തന്നെ നമ്മൾ കിങ് കോബ്ര അല്ല, കോബ്ര ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻസ് അതൊരു കോക്ടെയിലാണ്. 100 കണക്കിന് ഇതുപോലത്തെ പ്രോട്ടീൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പം ഈ 100 കണക്കിന് വരുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ പ്രോട്ടീൻസ് അടങ്ങുന്നതാണ് ഇതിൻ്റെ വിഷം, അല്ലെങ്കിൽ ഈ പാമ്പ് വിഷം എന്ന് പറയുന്ന സാധനം. ഈ ഒരൊറ്റ സ്പീഷീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 100ൽ പരം പ്രോട്ടീൻസ് ഉണ്ട്. അത് ഓരോ റീജിയൻ അനുസരിച്ചും മാറുമെന്നാണ് ചില സ്റ്റഡീസ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ളതായിരിക്കില്ല വെസ്റ്റ് ബംഗാളിലുള്ളതായിരിക്കില്ല, ചിലപ്പം ബർമയിലുള്ളത്, മ്യാൻമാറിലുള്ള. സോ ദേ ക്യാൻ വേരി. എന്നിരുന്നാലും നമുക്ക് അറിയാമെന്നുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് മൃഗത്തിൽ കുത്തി വെച്ചിട്ട് അതിൽ നിന്നും പ്ലാസ്മ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ പ്ലാസ്മ നമ്മുടെ ഈ ശരീരത്തിലേക്ക്, ആ ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിലേക്ക് കുത്തി വയ്ക്കുമ്പോഴത്തേക്കും നമ്മളെ ബോഡിക്ക് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ, ഇതിനെ പിടിക്കാനായിട്ട് സഹായിക്കും. ഈ പ്രോട്ടീനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മളുടെ ശരീരത്തിന് സഹായിക്കും. സോ ഈ ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് ഇപ്പോൾ ക്ലിയറായി. ഇപ്പോൾ എന്താണ് ആൻറ്റിബോഡി, എന്താണ് ആൻറ്റിജൻ, വെനം എന്താണെന്നറിയാം. സർപ്പം ഉൽപ്പാദിപ്പിക്കുന്ന, അതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണ്. മുട്ട പോലത്തെ ഒരു പ്രോട്ടീൻ തന്നെയാണ് ഈ വെനം എന്ന് പറയുന്ന പ്രോട്ടീൻ. നമ്മൾ സത്യത്തിൽ നമ്മുടെ ശരീരത്തിൽ മുറിവുകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. പക്ഷേ അത് ആരും ഇൻജസ്റ്റ് ചെയ്യരുത്, കാരണം എല്ലാവരുടെ വായിലും എന്തെങ്കിലുമൊക്കെ മുറിവുകളുണ്ടാവും. സോ ഈ വെനത്തിൻ്റെ അകത്ത് 100ൽ പരം പ്രോട്ടീൻസ് ഉണ്ട്. ആൻഡ് ദെൻ ആൻറ്റിവെനം ഉൽപ്പാദിപ്പിക്കുന്നത് മൃഗത്തിൽ കുത്തിവെച്ച്, കുതിര, ഷീപ്പ് ഇതുപോലുള്ള മൃഗങ്ങളിൽ കുത്തിവെച്ചിട്ട് അതിൻ്റെ പ്ലാസ്മ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഇത് വിഷത്തിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റി വെനം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്നു, ബോഡി റിയാക്ട് ചെയ്യുന്നു. അപ്പം ഈ ഒരൊറ്റ വിഷത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ ആൻറ്റി വെനം എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് എന്തുകൊണ്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിന്തസൈസ് ചെയ്തെടുക്കാം. പക്ഷേ ഇത് 100 കണക്കിന് ഒരു കോക്ടെയിൽ ഓഫ് ടോക്സിൻസ്, കോക്ടെയിൽ ഓഫ് ന്യൂറോ ടോക്സിൻസും ഹീമോടോക്സിൻസും എല്ലാം കൂടി കലർന്ന് ഒരു എന്താ പറയുക, ഒരു കോക്ടെയിലാണ് പാമ്പ് കടിയിൽ ഉണ്ടാകുന്ന ഈ എന്താ പറയുക വിഷം എന്ന് പറയുന്ന സാധനം. നൗ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ബിഗ് 4 പാമ്പുകളാണ്. എന്തൊക്കെയാണത്? ഇന്ത്യൻ കോബ്ര, നാജ, പിന്നെ വരുന്നത് കോമൺ ക്രേറ്റ്, റസൽസ് വൈപ്പർ, സോസ്കെയിൽഡ് വൈപ്പർ, ആൻഡ് 5ാമതൊരെണ്ണം കൂടി ഇപ്പം മെഡിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന ഒരെണ്ണമുണ്ട്. ഇപ്പോൾ ബിഗ് 5 ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഹംപ് നോസ് വൈപ്പറിൻ്റെ വിഷം എന്ന് പറയുന്നത് ഇത്തിരി കൂടിയ വിഷമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇത് കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ പോക്കറ്റിൽ നിന്ന് ചീപ്പെടുക്കുക, തല കോതുക. കാരണം മരിച്ച് കിടക്കുമ്പോഴത്തേക്ക് കാണാനെങ്കിലും ഹെയർ സ്റ്റൈലെങ്കിലും കറക്റ്റായിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് വലിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ കോമൺ. ഇനി ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നാജയുടെ വിഷം, അതിന് എത്ര പ്രോട്ടീൻസ് ഉണ്ട്? 115 ഉണ്ട്. അതിൽ 17 എണ്ണം ടോക്സിൻ ഫാമിലീസാണ്. കോമൺ ക്രേറ്റിൽ 46 എണ്ണം. ആൻഡ് വാട്ട് അബൌട്ട് അവർ സോസ്കെയിൽ വൈപ്പർ 90, റസൽസ് വൈപ്പർ 73. ഇതിൻ്റെ ഇത്രമാത്രം ടോക്സിൻസ് ഉള്ള ഒരു വളരെ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ആൻറ്റി വെനം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ കൺഫ്യൂഷൻ. ഈ ഒരു വിഷം എന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഇത് എന്തുകൊണ്ട് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നത്. അപ്പം 100 കണക്കിന് ഒരുപാട് പണച്ചെലവുള്ളതും ഇതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് കോംപ്ലിക്കേറ്റഡ്. സോ മൃഗത്തിൽ കുത്തിവയ്ക്കുക, മൃഗത്തിൽ കുത്തിവെച്ചിട്ട് ഇപ്പോൾ ഒരൊറ്റ ആൻറ്റിവെനം തന്നെയാണ് ഈ ബിഗ് 4 ഉപയോഗിക്കുന്നത്. ആൻഡ് സോ ദിസ് ഈസ് ദ റീസൺ. ഇതുകൊണ്ടാണ് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തതല്ല, അതിന് വേണ്ടി നമ്മൾ മെനക്കെടേണ്ട കാര്യമില്ല. ഈ മെത്തേഡ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ്.
മൃഗത്തിന് വലിയ ദോഷമൊന്നും വരില്ല. കാര്യം ഇതിനെ കുത്തിവെച്ചാൽ ഇത് ചത്തൊന്നും പോവില്ല. അങ്ങനെയും കുറേ തെറ്റിദ്ധാരണകൾ പരക്കുന്നുണ്ട്. മൃഗത്തിൽ കുത്തിവെക്കുമ്പോൾ മൃഗം ഉൽപ്പാദിപ്പിക്കുന്ന, കുതിരയാണെങ്കിലും ചെമ്മരിയാടാണെങ്കിലും അത് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്മയാണ് നമ്മൾ ആൻറ്റിവെനം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതാണ്. ഈ പ്രസൻറ്റേഷൻ ഞാൻ നാനോ ബനാന ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഇതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കുക. മുമ്പൊക്കെ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നാനോ ബനാന ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ ഫാക്ച്വലിയും എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരുപാട് തെറ്റുകളൊക്കെ ചില ഗ്രാഫിക്സിലൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ കാണിച്ചിരുന്നു. ഇതിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. പക്ഷേ പറഞ്ഞ ഫാക്റ്റുകളെല്ലാം തന്നെ ഏകദേശം കറക്റ്റാണ്. നമ്പർ ഓഫ് പ്രോട്ടീൻസ് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത്തിരി പോലെ മാറിയെന്നിരിക്കാം. നമ്മൾ പരസ്പരം തെറ്റുകൾ കണ്ട് മനസ്സിലാക്കി ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരുത്തിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ക്യാൻസൽ ചെയ്യാതെ ആരും ബാക്കി കാണില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ തിരുത്താനായിട്ട് ശ്രമിക്കുക, എന്നെ തിരുത്തുക. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും ഫാക്ച്വൽ എറേഴ്സും ഒക്കെ ചൂണ്ടിക്കാണിക്കുക. ആൻഡ് ലെറ്റ്സ് മേക്ക് ദിസ് എ വണ്ടർഫുൾ ഫ്രൂട്ട്ഫുൾ എക്സ്പീരിയൻസ്. So till next time, thank you and goodbye.